ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തു നിന്നും ഒരുക്ക് കൂട്ടി ഒരു പിടി മണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിറ്റി, അതായത് മനുഷ്യനിൽ കാണുന്നുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ മിൻ അദീമൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്നും, അദീം എന്ന് വെച്ചാൽ ഉപരിതലത്തിലുള്ള മണ്ണ്, അതായത് ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചത്. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗം മനോഹരമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭൂമിയുടെ മണ്ണിന്റെ ഗുണങ്ങൾ ആദമിന്റെ മക്കളിലും, അതായത് മനുഷ്യരിലും കാണാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമിൻഹും അൽ അസ്വദ് വൽ അബിയദ്. അവരിൽ ചില ആളുകൾ കറുത്തവരുണ്ട്, ചില ആളുകൾ വെളുത്തവരുണ്ട്. വൽ അഹ്മർ വൽ അസ്ഫർ. ചില ആളുകൾ ചുവപ്പുണ്ട്, ചില ആളുകൾ മഞ്ഞ നിറത്തിലുണ്ട്. അതേപോലെ തന്നെ വമിൻഹും ബൈന ദാലിക്. അതിൽ രണ്ടിനും അതായത് ഇരു നിറത്തിലുള്ള ആളുകളും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു ഗുണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലര് മണ്ണ് പോലെ സോഫ്റ്റ് ആണ്, ചിലര് മണ്ണ് പോലെ കഠിനാണ്, കഠിന ആളുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നീട് ചേർത്തു, വൽ ഖബീസ വത്വ. ചിലര് ശുദ്ധമാണ് മണ്ണ് പോലെ, ചിലര് അശുദ്ധമായതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്, മണ്ണിൽ നിന്നും സൃഷ്ടിച്ച ആദമിന്റെ മക്കൾക്ക് അതേ മണ്ണിന്റെ നിറങ്ങളും ഗുണങ്ങളും എല്ലാം അതേ രൂപത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രവാചകൻ ചുരുക്കത്തിലെ ഹദീസിൽ പറയുന്നത്. എത്ര മനോഹരമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലോകത്തുള്ള മനുഷ്യരുടെ അതേ കളറുകളിലുള്ള മണ്ണുകളും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ലോകത്തുള്ള മണ്ണിന്റെ കളറിലല്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അതായത് പച്ച നീല നിറത്തിലൊന്നും മനുഷ്യന്മാരില്ല. അപ്പൊ മണ്ണിന്റെ കളറുകൾ ഏതാണ്, അതേ നിറത്തിലെ മനുഷ്യരെയും കാണാൻ സാധിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്.